നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 ഇൻഗ്രീഡിയൻസ് വീട്ടിലുള്ളത് തന്നെ മതി. അത് വെച്ച് നമ്മൾ പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് അഴുക്കെല്ലാം പോകാനും നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ നമുക്ക് നല്ലപോലെ നിങ്ങളൊരു 5 ദിവസം ചെയ്യുമ്പോഴേക്കും ശരിക്കും നിങ്ങളെ അതിശയിപ്പിക്കണം, നല്ല ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയായിരിക്കും. ഞാൻ തമാശ പറയണമെന്നല്ല, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അടിപൊളിയായിട്ട് വെളുക്കാൻ നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. അത്രയ്ക്ക് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്ക്. ഇതിൻ്റെ കളർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ മുഖത്തിന് നല്ല കളർ തരാൻ ഇത് നമ്മളെ നല്ലപോലെ സഹായിക്കും. അപ്പോൾ നമുക്കിതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ടെന്നല്ലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യം ശർക്കരയാണ്. ശർക്കര ഞാനിപ്പോൾ ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് ചീകി എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ചീകി എടുത്താലോ. ശർക്കര 1 ടേബിൾ സ്പൂണ് നിറച്ച് ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. പിന്നെ നമുക്ക് ആവശ്യം നവര അരിയാണ് കേട്ടോ. അപ്പോൾ നവര അരി ഉണ്ടെങ്കിൽ നവര അരി തന്നെ എടുക്കുക, അപ്പോഴാണ് ഇത്ര റിസൾട്ട് കിട്ടണത്. അപ്പോൾ നവര അരി നല്ലപോലെ മിക്സിയിലിട്ട് പൊടിക്കുക, ഞങ്ങൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. അപ്പോൾ നവര അരിയുടെ പൊടിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ശർക്കരയുടെ കൂടെ നവര അരി പൊടിച്ച് ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്യണത്. നമുക്ക് ഒരു വട്ടം ഒരു ഡോക്ടറുടെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ചെയ്ത് നോക്കണം. അത്രയും റിസൾട്ടാണ് ശർക്കരയും പാലും വെച്ച് നമുക്കന്ന് കിട്ടിയത്. അതേപോലെ തന്നെ കിട്ടിയ റിസൾട്ട് അത്രയ്ക്ക് റിസൾട്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ശർക്കര ഞാൻ ഉരുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ തന്നെ ചെയ്തത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരും മാതിരി നിങ്ങൾക്ക് ഉരുക്കണച്ച ഉരുക്കുക, വേഗം നമുക്ക് അതിൻ്റെ പണി കഴിഞ്ഞ് കിട്ടും, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ നവര അരി 1 സ്പൂണ് നമ്മുടെ ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അന്ന് ഡോക്ടർ കാണിച്ചതിൽ പാലായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് നല്ല കട്ട തൈരാണ്. തൈര് നമുക്കിതിലേക്ക് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. കാരണം ശർക്കര ഉരുകുമ്പോൾ നമുക്കതൊന്ന് ശരിയായി കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ശരിയായില്ല, മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി തൈര് ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് പറ്റാത്തവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കും. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു വട്ടം ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ശർക്കര നമ്മുടെ പാൽ വെച്ച് മിക്സ് ചെയ്ത് ഉരുക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാക്ക് ഞാൻ കുറേ ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി റിസൾട്ടായിരുന്നു അത്. അതിനുശേഷം പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉണ്ടാക്കി നോക്കിയതാണിത്. ഓൾറെഡി ഞവര അരി നമ്മുടെ മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ശർക്കരയും കൂടി കൂടുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് നോക്കിയത്. ഞാൻ അന്നും കുറുക്കൊന്നും ചെയ്തില്ല. അന്ന് ഞാനിതുപോലെ ശർക്കര അങ്ങനെ ചീകി എടുത്തിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തത്. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് പാലോ തൈരോ ഒഴിക്കാം. അത് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ശർക്കര ഉരുകുമ്പോൾ അത് കൂടുതൽ വെള്ളമായി പോകും. നിങ്ങൾ കണ്ടുല്ലോ, ചെറിയൊരു 1 സ്പൂണോളം തൈര് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. ഇപ്പോൾ ആ ശർക്കര ഉരുകിയിട്ട് ഇപ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ ശർക്കരയിൽ പാലോ തൈരോ ഒഴിച്ച് നല്ല സ്റ്റവ് കത്തിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അത് നല്ലോണം ഉരുകുമ്പോൾ അതിലേക്ക് നിങ്ങൾ ഇത് ഞവരരി പൊടിച്ചിട്ടിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും ഇതേ സെയിം റിസൾട്ട് തന്നെയാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്കൊരു ഒരാഴ്ച വരെ ഒരു കേടും ഇല്ലാതെ ഇരിക്കും ഇത്. അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല അടിപൊളിയിൽ മുഖം മൊത്തം ചെയ്ത് കൊടുക്കുക. മുഖം നല്ലപോലെ, ഇപ്പോൾ എൻ്റെ മുഖത്ത് ടാനാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്, പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊരു മസാജ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരു വട്ടം യൂസ് ചെയ്തിട്ട് നിർത്തരുത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പണി ചെയ്യുക, ഒരാഴ്ചത്തേക്കെല്ലാം അങ്ങോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഡെയിലി പല്ല് തേച്ചു നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഉപയോഗിച്ച് നമ്മൾ മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു 2-3 മിനിറ്റോ 5 മിനിറ്റോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ മുഖത്ത് അങ്ങനെ വിടുക കേട്ടോ നമ്മുടെ ഈ പാക്ക്. എന്നിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് ഒന്നുമില്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ ഇതങ്ങനെ വെക്കുക. അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമ്മുടെ നോർമൽ വാട്ടറിൽ നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് യൂസിൽ തന്നെ മുഖത്തുള്ള ടാന് മുഴുവൻ മാറും. അതിന് ശേഷം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻ നല്ലപോലെ ഒരു
കളർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതിൽ തൈരും പാലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു തൈരോ പാലോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. അത് നമ്മുടെ ടാൻ മാറാനും സ്കിന്നൊന്ന് മോയ്സ്ചറായി ഇരിക്കാൻ സഹായിക്കും. ഞങ്ങൾ പാലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. ഡ്രൈ ആവണമൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ മസാജ് ചെയ്യുമ്പോൾ മുഖത്തിന് നല്ലൊരു മാറ്റം നമ്മൾ ഈ മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ സ്കിന്ന്, ഞാൻ നിങ്ങൾക്കിത് മാറ്റി മാറ്റി കാണിച്ചു തരികയാണ്. കണ്ടോ, അപ്പോൾ അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഡെയിലി ചെയ്യുന്നതിലൂടെ മുഖത്ത് പാടുകൾ മാറും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ നല്ലപോലെ വെളുക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ചുണ്ടിലും തേക്കാം, ചുണ്ടിലും നല്ല കളർ വരാൻ ഇത് നമ്മൾ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ മാറാനും ചുണ്ടിലത്തെ കറുപ്പ് മാറാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ നല്ല അടിപൊളിയിൽ ഒരു മസാജ് കൊടുത്തു. അതിന് ശേഷം നമുക്കിതൊന്ന് ഇത്തിരിയും കൂടി എടുത്ത് മുഖത്തൊന്ന് കട്ടിക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇതാ മുഖത്തുനിന്ന് ഇത്തിരി കട്ടിക്കൊന്ന് തേച്ച് കൊടുത്തു. ഇത് കഴുത്തിലൊക്കെ ഇട്ടാൽ കഴുത്തത്തെ കറുപ്പൊക്കെ പോകും കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ. രാത്രി ഒരു 10 മണിയായ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കഴുത്തിലിടുന്നില്ല, മുഖത്ത് മാത്രമാണ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കയ്യിലോ കാലിലോ മുഖത്തോ കഴുത്തിലോ ഒക്കെ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നിങ്ങൾക്ക് നല്ല കളർ കൊണ്ടുവരാനും ഇത് സഹായിക്കും. ഞാനിപ്പോൾ ഇതാ മുഖത്ത് മൊത്തമിട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം റിസൾട്ട് നോക്കുക. ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖം നല്ലപോലെ കഴുകിയിട്ട് നോക്കിയൊക്കെ എന്തൊരു കളറാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ് എൻ്റെ മുഖം എങ്ങനെയാണ് ടാൻ അടിച്ചൊരുമാതിരി കറുത്തിരിക്കുകയായിരുന്നു. ഇപ്പം നല്ല കളർ വന്നു പറഞ്ഞാൽ ആ ടാൻ അങ്ങോട്ട് പോയി. ഇനി നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ കളർ വരും. ഞാൻ ഉറപ്പ് തരികയാണ്, ഇത്രയ്ക്ക് റിസൾട്ട് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തിൽ നിങ്ങളോട് പറയണത്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും അടിപൊളി റിസൾട്ടാണ്. എൻ്റെ മുഖത്തെ മാറ്റം നമുക്കൊരു എന്താ പറയുക, ഒരു 4-5 ഷെയ്ഡെങ്കിലും നമുക്കിപ്പോൾ ആ ഒരു പാക്ക് ഉപയോഗിച്ചതിന് ശേഷം കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര റിസൾട്ടാണ് നമുക്കത് തരണമെന്നുള്ളത്. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങളിത് ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടില്ല. നിങ്ങൾ ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം നിങ്ങൾ ഒന്നരാടം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ ഒന്നരാടം 2 ദിവസം കൂടുമ്പോൾ ഒരു വട്ടം അങ്ങനെ ഉപയോഗിക്കാൻ വെച്ചാൽ എത്ര കറുത്ത സ്കിന്ന് നല്ലപോലെ കളർ വരും കേട്ടോ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.